നമസ്കാരം. ചികിത്സാ പിഴവിനെ തുടർന്ന് വലതുകൈ നഷ്ടമായ 9 വയസ്സുകാരി വിനോദിനി 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അക്ഷരമുറ്റത്തേക്ക്. വേദനയും കണ്ണുനീരും നിറഞ്ഞ നാളുകൾക്ക് വിട നൽകി ആത്മവിശ്വാസത്തോടെ ഇടതുകൈ കൊണ്ട് പരീക്ഷ എഴുതാനൊരുങ്ങുകയാണ് ഈ മിടുമിടുക്കി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇടപെടലിലൂടെ ലഭിച്ച അത്യാധുനിക കൃത്രിമ കൈ വിനോദിനിയുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകിയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 24-നാണ് വിനോദിയുടെ ജീവിതം മാറിമറിഞ്ഞത്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ വീണ് കൈക്ക് പരിക്കേറ്റ കുട്ടിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കയ്യിൽ 2 ഒടിവുകൾ കണ്ടതിനെ തുടർന്ന് പ്ലാസ്റ്റർ ഇട്ടു. എന്നാൽ കയ്യിലുണ്ടായിരുന്ന മുറിവ് ഡോക്ടർമാർ അവഗണിച്ചതാണ് സ്ഥിതി ഗുരുതരമാക്കിയതെന്ന് മാതാപിതാക്കളായ വിനോദും പ്രസീതയും ആരോപിക്കുന്നു. കയ്യിൽ നീർക്കെട്ടും അണുബാധയും വന്നതോടെ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എന്നാൽ അപ്പോഴേക്കും അണുബാധ കൈയെ പൂർണ്ണമായും ബാധിച്ചിരുന്നു. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വലതുകൈ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. തുടർന്ന് നടന്ന ശസ്ത്രക്രിയയിൽ വിനോദിന്റെ കൈ മുറിച്ചു മാറ്റി. സംഭവത്തിൽ 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യുകയും കുടുംബത്തിന് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുകയും ചെയ്തിരുന്നു. ചികിത്സാ പിഴവിനെ തുടർന്ന് വലതുകൈ നഷ്ടമായ 9 വയസ്സുകാരി വിനോദിനിയുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇടപെടലുണ്ടായത്. കൈ നഷ്ടപ്പെട്ടതോടെ ശാരീരികമായ വേദനയേക്കാൾ ഉപരിയായി വിനോദിനിയെ തളർത്തിയത് മാനസികമായ ആഘാതമായിരുന്നു. കൂട്ടുകാർക്കൊപ്പം സ്കൂളിൽ പോകാനോ പഴയതുപോലെ കളിക്കാനോ കഴിയില്ലെന്ന സങ്കടത്താൽ കുട്ടി മാസങ്ങളോളം സ്കൂളിൽ പോകാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. കൂലിപ്പണി ചെയ്ത് ഉപജീവനം നടത്തുന്ന മാതാപിതാക്കൾക്ക് കുട്ടിയുടെ ഭാവി ഓർത്തും ഭീമമായ ചികിത്സാ ചെലവുകൾ ഓർത്തും വലിയ ആശങ്കയും ഉണ്ടായി. ഈ നിർണായക ഘട്ടത്തിലാണ് വിനോദിനിയുടെയും കുടുംബത്തിന്റെയും കണ്ണീരൊപ്പാൻ പ്രതിപക്ഷ നേതാവ് എത്തുന്നത്. വിനോദിനിക്ക് സ്വാഭാവികമായ കൈകളുടെ പ്രവർത്തനത്തോട് ഏറെ അടുത്തു നിൽക്കുന്ന അത്യാധുനികമായ ഒരു കൃത്രിമ കൈ ലഭ്യമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. വിപണിയിൽ ലഭ്യമായ ഏറ്റവും പുതിയ മോഡലുള്ള കൃത്രിമ കൈ വെച്ചുപിടിപ്പിക്കാനുള്ള മുഴുവൻ ചെലവും അദ്ദേഹം ഏറ്റെടുത്തു. വെറുമൊരു പ്ലാസ്റ്റിക് കൈ എന്നതിലുപരി സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കൈ ഉയർത്താനും ചലിപ്പിക്കാനും സാധിക്കുന്ന ആധുനിക സാങ്കേതികവിദ്യയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കുട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കാനും ആത്മവിശ്വാസം വീണ്ടെടുക്കാനും സഹായിക്കും. കൂടാതെ ഇതൊരു ഒറ്റത്തവണ സഹായമായി അവസാനിപ്പിക്കാതെ വിനോദിനിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കൂടെയുണ്ടാകുമെന്ന് ഉറപ്പും അദ്ദേഹം നൽകി. കുട്ടി വളരുന്നതിനനുസരിച്ച് ഈ കൃത്രിമ കൈയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. സമയാസമയങ്ങളിൽ കൈ അപ്ഗ്രേഡ് ചെയ്യുവാനും പുതിയവ വച്ചുപിടിപ്പിക്കാനുമുള്ള എല്ലാ ചെലവുകളും താൻ തന്നെ വഹിക്കുമെന്ന് അദ്ദേഹം കുടുംബത്തെ അറിയിച്ചു. ഇതിനു പുറമെ സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് വീട് നിർമ്മിക്കാനുള്ള സ്ഥലം കണ്ടെത്തി നൽകുമെന്ന് ഉറപ്പുകൂടി ലഭിച്ചതോടെ വിനോദിനിയുടെ കുടുംബത്തിന് വരാനിരിക്കുന്ന നാളുകളെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് കൈവന്നിരിക്കുന്നത്. പുതിയ കൈയുമായി വിനോദിനി കഴിഞ്ഞ ദിവസം വി ഡി സതീശനെ സ്വീകരിച്ചിരുന്നു. ഒരു കെട്ട് പൂക്കൾ നൽകിക്കൊണ്ടാണ് നഷ്ടപ്പെട്ട കൈക്ക് പകരമായില്ലെങ്കിലും പുതിയ കൈ നൽകിയ ആത്മവിശ്വാസത്തിൽ വിനോദിനി വി ഡി സതീശനോട് സന്തോഷം അറിയിച്ചത്. എന്തായിരിക്കും വരാനിരിക്കുന്ന പരീക്ഷ ഇടതുകൈ കൊണ്ടാണ് വിനോദിനി എഴുതുക. വലിയ പ്രതിസന്ധിയാണ് ഈ കുട്ടിക്കുണ്ടായിരുന്നത്. സ്വന്തം കൈ നഷ്ടപ്പെട്ടതിന് പകരമാവില്ല കൃത്രിമ കൈയെങ്കിലും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരുന്നു വി ഡി സതീശൻ ഇടപെടൽ. എന്തായാലും നരകയാതനയുടെ 6 മാസങ്ങൾക്ക് ശേഷം വിനോദിനി ഇനി അക്ഷരമുറ്റത്തേക്ക്.